സ്ഥലത്തിൻ്റെ പേര് പലർക്കും അറിയത്തില്ല. പക്ഷെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടുന്ന് നമ്മൾ മുണ്ടക്കയം റൂട്ട് പറത്താനത്തിന് പോകുമ്പോൾ ഫുൾ ഏറ്റവും റബ്ബർ തോട്ടം മാത്രമാണ് കേട്ടോ. കോട്ടയം ജില്ലയിലെ റബ്ബറാണ്. ഇങ്ങനെ വെറുപ്പിക്കുവാന്ന് വിചാരിക്കരുത്. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറ്റമൊക്കെ കണ്ടോ. ഫുള്ള് റബ്ബറാട്ടോ ഇവിടെ. വളവ് തിരിവ് റബ്ബർ. ഇതിലേക്ക് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ നടന്നു വരുന്ന വഴിയാട്ടോ. ഞായറാഴ്ച ദിവസം പ്രാർത്ഥന ഉണ്ടാവും ഓരോ വീടുകളിൽ. അപ്പോൾ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു വീട് അങ്ങ് ദൂരെയാണ്. അങ്ങനെ ഭയങ്കര ദൂരത്തിലൊക്കെയാണ് വീടുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ വഴിക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരും. ഒന്ന് ഓർത്ത് നോക്കിയാണ്. അന്നൊന്നും അത് വലിയ ദൂരമൊന്നുമില്ല. ഇന്നിപ്പോൾ കാണുമ്പോൾ എൻ്റെ മോന്ന് തോന്നും. വിജോച്ചേട്ടൻ വെട്ടിയ റബ്ബർ തോട്ടമാണ് ഈ മോളിൽ കാണുന്നത്. അതൊക്കെ പോയില്ലേ, വെട്ടി പോയി. അതിനുശേഷം പുതിയ തൈ വെച്ചത് ഇത് ഇവിടെ ലയം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് വിജോച്ചേട്ടൻ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നത്. ഇതിലൊക്കെ റബ്ബർ വെട്ടി 2 കയ്യിൽ പാലും തലയിലും വെച്ചിട്ട് ഈ മല മൊത്തം ചുമന്ന് മോളിൽ കയറ്റണം. പിന്നെ വിജോച്ചേട്ടൻ്റെ ഷെഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വിജോച്ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ആ ഷെഡ് കാണത്തില്ലല്ലോ. ഒന്ന് നിർത്തിക്കേ. ഇവിടെ കാണാൻ വഴിയില്ലല്ലേ. കയറാൻ പറ്റത്തില്ല. മലയുടെ മുകളിൽ കയറി പോകണം. ആ ഉള്ളിലാണ് ബിജോച്ചേട്ടൻ ഒറ്റയ്ക്ക് ഷെഡ് വെച്ച് കിടന്നത്. പക്ഷെ ഇപ്പം പിന്നെയും പുരോഗമനമുണ്ട്. അന്നൊക്കെ ഞാൻ കാണിച്ചത് അതാ ഈ ആ ഒരു വീട് കാണുന്നത് കണ്ടോ. അതിൻ്റെയൊക്കെ മുകളിൽ. പക്ഷേ ഇത് നമുക്ക് വഴി ഇപ്പോൾ ഇല്ല കേട്ടോ. കയറിപ്പോ ഇതിൻ്റെയൊക്കെ കുറേ കയറ്റം കയറി ആ മോളിൽ പോകണം. ആ മോളിലാണ് ബിജോച്ചേട്ടൻ ഒരു കുഞ്ഞ് ഷെഡായിരുന്നു അവിടെ. ഈ സ്ഥലം വിറ്റു. ഇപ്പം ആ സ്ഥലമൊക്കെ വിറ്റു. നമ്മൾ വേറെ ഒരാളുടെ സ്ഥലത്ത് നമുക്ക് അതിക്രമിച്ച് കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഷെഡൊന്നും ഇല്ല ഇപ്പം. അതൊക്കെ പോയി. ഓക്കെ, ഇതിപ്പോൾ ഇതിലൊക്കെ കയറി ആ താഴെയൊക്കെ വെട്ടാൻ പോകുമ്പോൾ ഇതിലെ കയറി പോകണം. ഈ കുന്നുമലയും മൊത്തം മുകളിൽ കയറി ആണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഒരു മാറ്റമില്ലൂടെ ഇവിടെയൊക്കെ. അതുപോലെ തന്നെ ഇവിടെ തുടങ്ങി നമ്മുടെ ഏരിയ തുടങ്ങുവാണ്. ഇതൊക്കെ എൻ്റെ കൂട്ടുകാരിമാരുടെ വീടൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഈ നാട്ടിലെ ഒരു കടയാണത്. ഈ കാണുന്ന കട ഇതാണ് നമ്മുടെ രാഘവൻ ചേട്ടൻ്റെ കട. ഈ ഒരു കടയാണ് ഇവിടെ. എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ആ ഒരു കടയിൽ വരണം നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ. ഇവിടുത്തെ ഈ ഗുരുദേവൻ്റെ അമ്പലമാണ് കേട്ടത്. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ഞങ്ങളുള്ള സമയത്തായിരുന്നു. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ തറവാട്ടിലേക്ക് പോകുന്ന വഴി. ഈ വഴിയൊക്കെ ഇപ്പം ആയതാണ് കേട്ടോ. ഇങ്ങനെ ഇത്രയ്ക്ക് ബിൽഡപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇതൊക്കെ ഇപ്പം ആയതാണ്. ഇവിടെ ഈ വീടുകളൊക്കെ ഇപ്പോൾ വന്നതാണ്. ഈ വീടുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ തുടങ്ങി നമുക്കറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് മൊത്തം. പുതിയ വീടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പുതിയ ആൾക്കാരും പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പോയിട്ട് വരാം. അത് ഞാൻ പറയട്ടെ. അമ്മുക്കുട്ടി അറിയോ, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. മാങ്ങാപ്പാറ അങ്ങോട്ട് പോകത്തില്ല. ആ കുളമില്ലേ, നമ്മുടെ വീടില്ല അവിടം വരെ. ഇല്ലടാ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്തോണ്ട് നടന്ന കൊച്ച അതൊക്കെ. അതിപ്പോ കൊച്ചു കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായി. ഈ വീട്ടിൽ ഞങ്ങൾ കപ്പ വാട്ടാൻ വരുന്ന വീട് കേട്ടോ. കപ്പ വാട്ടലെന്നും പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങാണ് ഇവിടെ. സ്ഥലമാണ് ആ വീട്. ഇതിലൊക്കെ ഞാൻ നടന്ന് അച്ഛൻ പുല്ല് പറിക്കുന്ന സ്ഥലമാണ് ഇതാ കാണുന്നത്. അതേ താഴേക്ക് ഞാൻ എല്ലാം കാണിക്കാം നിങ്ങളെ. ഞാനിപ്പോ ഒന്ന് അവിടേക്ക് എത്തട്ടെ. അയ്യാ, കൊച്ചിന് നല്ല മുഖപരിചയം. എനിക്ക് തോന്നുന്നു അശ്വതിയുടെ മോളാന്ന് തോന്നുന്നു. രഞ്ജിത്തിന്റെ മോളോ അശ്വതിയുടെ മോളോ കണ്ടാ ചേട്ടാ ട്യൂഷൻ പഠിപ്പിച്ച. ഇതാണ് മക്കളെ എൻ്റെ വീട്ടിലേക്ക് പോണ വഴി. ഈ റോഡൊക്കെ ഇപ്പൊ ആയതാട്ടോ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കുന്നിന്റെ മുകളിൽ കാണുന്നതാണ് ഞങ്ങളുടെ തറവാട്. ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ തറവാട്. ഈ മുകളിൽ കാണുന്നത് ഇതിപ്പോ പണിതാട്ടോ. ഇതൊന്നും ഉണ്ടായതല്ലേ, കാണിച്ചുതരാം വീട്. ഇതാണ്
എൻ്റെ തറവാട്. ഇത് ഞാൻ അകത്തോട്ട് കയറണ്ട, അവിടെ വേറെ താമസക്കാരും, നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഇതൊക്കെ ഈ എന്താ പറയുക, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പണിതതാണേ. ഇതാണ് എൻ്റെ വീട്, ഞങ്ങളുടെ തറവാടായിരുന്നു, പൊളിച്ച് പണിത് കേട്ടോ വീട്. ഇതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ഫുൾ റബ്ബർ തോട്ടവും. ഇവിടെയൊക്കെ ഞങ്ങൾ കളിച്ചിട്ടുള്ളതാണ് ഇവിടെയൊക്കെ. ഇതിലേ പോകുമ്പോൾ ഒരു കുളമുണ്ട് കേട്ടോ, പാറക്കുളം എന്ന് പറയും. അത് ഞാൻ മുകളിൽ പോയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. അച്ചേച്ചി പ്രേതത്തെ കണ്ടോ, ആ പാറക്കുളമാണ് അവിടെ. പിന്നെ ഇതാണ് വീട് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഈ കണ്ട വർഷം മൊത്തം ഞങ്ങളുടെ തറവാടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇത് ഞങ്ങളിങ്ങനെ സ്കൂളൊക്കെ വിട്ട് വരുന്ന വഴിയുണ്ടല്ലോ, അത് അങ്ങ് വിജയചേട്ടൻ്റെ വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടി വിജയചേട്ടൻ്റെ വണ്ടി, നമ്മുടെ വണ്ടിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞങ്ങൾ നടന്നു വരുന്നത് കേട്ടോ. നടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ആശ്രയം കിട്ടുന്ന ഒരു സാധനമാണ് ഈ നിൽക്കുന്ന പേര. ആ പേരയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഈ പേരയുടെ മുകളിലൊക്കെ ഞാൻ കയറുമായിരുന്നു, കൊമ്പിലൊക്കെ കീഴൊക്കെ പൊട്ടിക്കുമായിരുന്നു കേട്ടോ. ആ പേര ഇപ്പോഴും ഉണ്ട് അവിടെ. നല്ല ടേസ്റ്റായി ഈ പേരയ്ക്ക് കേട്ടോ. ഈ ഭയങ്കര രസമാണ് ഈ പേര കഴിക്കാനായിട്ട്. കാരണം വിശന്ന് വരുന്നതുകൊണ്ടാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വീണൊക്കെ കിടക്കും, ഞങ്ങളത് പെറുക്കും. ഇന്ന് പേരയ്ക്ക് ഒന്നുമില്ല, പേര അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഫീല് കണ്ടൊക്കെ നിറയുന്നത്. പക്ഷെ അത്രയും വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ അതേപോലെ നടക്കുമ്പോഴേ അയ്യോ ഈ പശുവിന് പുല്ലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇതാ കാണുന്ന മലയുണ്ട്. ആ മലയൊക്കെ കയറി അങ്ങ് മുകളിൽ കയറിപ്പോണം. എന്നിട്ട് അവിടെ നിന്ന് പുല്ലെല്ലാം പറിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. ഞാൻ ഉരുണ്ടൊക്കെ വീണിട്ടുണ്ട്, എൻ്റെ കാലിലെ മുട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സമയം. ഇത് വനമൊന്നുമല്ല കേട്ടോ. പക്ഷേ ഫുള്ള് റബ്ബറാണ്, പക്ഷേ കാടാണ്, വീടൊന്നുമില്ല. ഇവിടെ ആകപ്പാടെ ഉള്ളൊരു ആ കാണുന്ന വീട് അതൊരു വലിയ വീട്, അതൊരു മുതലാളിയുടെ വീടാണ്. ആ മുതലാളിയുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് ഫുഡും പിന്നെ ചാമ്പയ്ക്കയും ചക്കയും ഒക്കെ കിട്ടുന്ന വീടാണ്. ഇതാണ് ആ മുതലാളി താമസിക്കുന്ന വീടാണ്. അവിടെ നിന്ന് ഒരുപാട് ഫുഡുകൾ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. എന്താ പറയുക, ഇതാണ് ഈ മുതലാളിയുടെ വീട്ടിലെ ചാമ്പയ്ക്ക. ഈ ചാമ്പയ്ക്കയും ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചാമ്പയൊന്നും ഇല്ല കേട്ടോ, ചാമ്പയുടെ മരം മാത്രമേ ഉള്ളൂ. ആ വീടൊക്കെ ഇപ്പോൾ ആരുമില്ല, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി കണ്ടോ. പ്രേതാലയം പോലെ ഇരിക്കും. പ്രേത സിനിമ ഷൂട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നു കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ രാത്രി 12 മണിക്കൊക്കെ കടയിലും എവിടെയെങ്കിലുമൊക്കെ നാട്ടിലൊക്കെ പോയിട്ട് വരുന്ന വഴിയൊക്കെ ഇതിൽ വേണം ഇങ്ങനെ അവർ കാട്ടിക്കൂടെ. ഇതൊക്കെ ഭയങ്കര വന ഫീലായിരുന്നു ആ സമയത്ത്. ഇന്നിപ്പോൾ പിന്നെയും തെളിഞ്ഞിട്ടുണ്ട്. ഈ കിണറ്റിലാണ് വെള്ളം കോരുന്നത്. ഇതിൽ വെള്ളം വറ്റത്തില്ല ഒരിക്കലും. അപ്പം ഇവിടെ ആണ് ഞങ്ങൾ, ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വിജയചേട്ടൻ വന്ന്. അപ്പം ഞാൻ വീട് കാണിച്ചില്ല, ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വിജയചേട്ടൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതും പരിചയപ്പെട്ടതും ഒക്കെ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മുതലാളിയുടെ വീട്. ഇവിടുത്തെ ഈ ആളുടെ ഒരു പറമ്പുണ്ട്. ഇവിടുത്തെ ഈ കാണുന്ന മുകളിലേക്കുള്ളതൊക്കെ പുള്ളിയുടെ പറമ്പാണ്. അപ്പോൾ ഈ പറമ്പിലാണ് അച്ഛൻ്റെ തുടക്കം എന്ന് വെച്ചാൽ അച്ഛൻ ഇവിടെയാണ് എന്താ പറയുക, കൃഷി നടിയിലും കാപ്പിക്കുരു നടിയിലും കുരുമുളക് നടിയിലും അതേപോലെ പുല്ലുപറി, റബ്ബറിനെ ചുറ്റിനുള്ള പുല്ലുപറി, അതായിരുന്നു മെയിൻ അച്ഛൻ്റെ ജോലി. പിന്നെ ഇവിടുത്തെ കുറേ അങ്ങനത്തെ വീട്ടിലെ കാര്യങ്ങൾ, വിറക് കീറൽ, അതൊക്കെയായിരുന്നു. ഇവിടെ അന്നും ചാമ്പങ്ങയുണ്ട്, ഇന്നും ചാമ്പങ്ങയുണ്ട്. ഇതാടാ പനിനീർ ചാമ്പങ്ങ എന്ന് പറയത്തില്ലേ, അതിവിടെ അല്ല, അത് താഴെയല്ലേ. ഇന്നിപ്പോൾ താമസമില്ലാത്തതുകൊണ്ട് മുതലാളിയുടെ മോനുണ്ടായിരുന്നു കേട്ടോ. മുതലാളിയുടെ മോന് ഞാനും കൂടെ കറി വെച്ച് കളിച്ച സ്ഥലമാണ്. ഞങ്ങൾ വെച്ച റബ്ബർ കുഴി വെച്ച് കളിച്ച സ്ഥലമാണിത്. ടി വി ഒക്കെ കാണാൻ വരുന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ടി വി ഒക്കെ കാണും. ഭാർഗവി നിലയം പോലെ. ഭാർഗവി നിലയം പോലെ